aspirants, welcome to Vishram Academy. അപ്പോൾ ജനറൽ സയൻസ് GS പേപ്പർ 1 പ്രീലിമിനറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. സയൻസ് ആണ്, ജനറൽ സയൻസ് ആണ്. 5 കിങ്ഡംസ് എന്ന ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും ഒന്നില്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ കിങ്ഡംസ് അങ്ങനെയായിരിക്കും ക്ലാസിഫൈ ചെയ്യാം. ചില യൂണിസെല്ലുലർ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗൈ എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്ലാന്റ് കിങ്ഡത്തിലാണ്. പക്ഷേ ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് ടാക്സോണമിസ്റ്റ് അത് ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ റീഓർഗനൈസ് ചെയ്തു. അക്കോർഡിംഗ്ലി 1969 R.H. വിറ്റാക്കർ അവർ ഒരു 5 മെയിൻ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് മൊണേറ. അത് ട്രൂ ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് ഗോൾഡൻ ആൽഗെ, യെല്ലോ ഗ്രീൻ ആൽഗെ. ഫംഗൈ, സ്ലൈം മോൾസ്, ബ്രെഡ് മോൾസ്, സാഗ് ഫംഗൈ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അപ്പോൾ പ്രൊട്ടിസ്റ്റ, മൊണേറ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമലിയ, അതായത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇനി ബാക്ടീരിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് ജർമ്മൻ ബാക്ടീരിയോളജിസ്റ്റ് റോബർട്ട് കോച്ച് ആണ് ഈ 1876. അത് ലൂയിസ് പാസ്റ്റർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്രമാത്രം ബാക്ടീരിയൻ ഡിസീസ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, കാറ്റഗറി, നെയിം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. കിങ്ഡം, നെയിം, ക്യാരക്ടറിസ്റ്റിക്സ്. കിങ്ഡം എന്ന് പറയുന്നത് പ്ലാന്റ് എന്നുള്ളതാണെങ്കിൽ കാറ്റഗറി ആണത്. കിങ്ഡം പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർഗാനിസംസ് വിത്ത് റിജിഡ് സെൽ വാൾസ് ആൻഡ് ദോസ് ദാറ്റ് പോസസ് ക്ലോറോഫിൽ. റിജിഡ് സെൽ വാൾസ് ആയിരിക്കും, ക്ലോറോഫിൽ ഉണ്ടാവും. സബ് കിങ്ഡം, പ്ലാന്റയുടെ സബ് കിങ്ഡം എന്ന് പറയുന്നത് എംബ്രിയോ ഫൈറ്റ എന്നുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് പ്ലാന്റ്സ് ഫോമിങ് എംബ്രിയോസ്. ഫൈലം ട്രാക്കിയോഫൈറ്റ, വസ്കുലർ പ്ലാന്റ്സ്. സബ് ഫൈലം ടെറോഫൈറ്റിന, large conspicuous leaves, complex vascular system. Class Angiospermae, flowering plants, seed enclosed in ovary. അതിൻ്റെ subclass Dicotyledonea, embryo with 2 seed leaves. Order Sapintails, soapberry order consisting of number of trees and shrubs. Family Aceraceae, maple family. സ്പീഷ്യസ് റൂബ്രം, റെഡ് മാപ്പിൾ. അപ്പോൾ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് മാപ്പിളിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്ട്, യൂകാരിയോട്ട് എന്നുള്ളതുണ്ട്. പിന്നെ വൈറസസ് എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോകാരിയോട്ടെ എന്ന് പറയുന്നത് പ്രോകാരിയോട്ട്സ്, ബാക്ടീരിയ ആൻഡ് സൈനോ ബാക്ടീരിയ ആണ്. അതായത് ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ ആണ് സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓട്ടോട്രോഫിക് ഓർ ഹെറ്റോട്രോഫിക്, മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ ആയിരിക്കും. അതാണ് പ്രോകാരിയോട്ട്. യൂകാരിയോട്ടിൽ പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ ഇങ്ങനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഓർഗാനിസംസ് റിസംബ്ലിംഗ് ദ ആൻസിസ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഫംഗൈ ഇൻക്ലൂഡ് ആൽഗെ, പ്രോട്ടോസോവ, സ്ലൈം മോൾസ്, ഓമിക്കോട്സ്, that is early fungi. ഇനി ഇത് പ്രിഡോമിനൻ്റ്ലി യൂണിസെല്ലുലർ ആയിരിക്കും. ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലർ ആയിരിക്കും. ഡിറൈവ്ഡ് ഫ്രം പ്രോട്ടിസ്റ്റ ഓർ പ്രോട്ടോറ്റിസ്റ്റ. ഓക്കെ. ഇനി ഫംഗൈ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക്, നോൺ മൊട്ടൈൽ, ഫുഡ് ഈസ് ഡൈജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് ഡൈജഷൻ അബ്സോർബ്ഡ്. Plants autotrophic, non-motile. Animals Animalia, animals heterotrophic, motile. Food is ingested, taken into the body before digestion. ഇനി യൂണിസെല്ലുലർ, മൾട്ടിസെല്ലുലർ എന്ന രീതിയിൽ 2 ഡയഗ്രാമാണ്. എ നോക്കിക്കഴിഞ്ഞാൽ ഇനി ബി എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, പ്രോകാരിയോട്ട് എന്ന് മൊണേറ എന്നുള്ളതാണ്. നെക്സ്റ്റ് യൂകാരിയോട്സിൽ വരുന്ന സമയത്ത് ഫോട്ടോസിന്തറ്റിക് ആൽഗെ, പ്രോട്ടിസ്റ്റ, ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു
പ്ലാന്റ്, അനിമേലിയ ആൻഡ് ഫംഗൈ. ഇത് യൂണിസെല്ലുലർ, ഫസ്റ്റ് പോർഷൻ എന്നുള്ളത് യൂണിസെല്ലുലർ ആയിരിക്കും, സെക്കൻഡ് പോർഷൻ എന്നത് മൾട്ടി സെല്ലുലർ ആയിരിക്കും. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ഇനി മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓർഗാനിസം എടുക്കുന്ന സമയത്ത് പ്രോകാരിയോട്സിൽ ബാക്ടീരിയ, യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. കിങ്ഡം മൊണേറ കിങ്ഡം ആയിരിക്കും ബാക്ടീരിയയുടെ ഓർഗാനിസം എന്ന് പറയുന്നത്. യൂകാരിയോട്സിൽ പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. Form mainly unicellular. This is mainly multicellular except protista, many of which are unicellular. Cell size is average diameter 0.5 to 10. Eukaryotes 10 to 100, commonly 1000 to 10,000 times bigger than prokaryotic cells. Cell division mostly binary fission, no spindle. Eukaryotes മൈറ്റോസിസ്, മിയോസിസ് ഓർ ബോത്ത്, സ്പിൻഡിൽ ഫോം. ഈ ബയോളജിക്കൽ വേർഡ്സൊക്കെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മെഡിസിൻ എല്ലാം പഠിക്കുന്ന UPSCക്കുള്ള പ്രീലിമിനറി ആണ് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം നോക്കിയാൽ മതി. ബൈനറി ഫിഷൻ, മൈറ്റോസിസ്, മിയോസിസ് ഒക്കെ ഫർദർ ക്ലാസ്സസിൽ അവർ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പം നമുക്കത് നോക്കാം. DNA ലൊക്കേഷൻ. DNA ഈസ് സർക്കുലർ, ലൈസ് ഫ്രീ ഇൻ സൈറ്റോപ്ലാസം, ദാറ്റ് ഈസ് നോ ട്രൂ ന്യൂക്ലിയസ്. ഇതിൽ യൂകാരിയോട്സിൽ DNA ഈസ് ലീനിയർ, കണ്ടെയ്ൻഡ് ഇൻ എ ന്യൂക്ലിയസ്. അതാണ് DNA ലൊക്കേഷൻ. DNA ഫോം എന്ന് പറയുന്നത് ഈസ് നേക്കഡ്, നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രോട്ടീൻസ് ഓർ RNA ടു ഫോം ക്രോമോസോംസ്. ഇവിടെ DNA ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രോട്ടീൻസ് ആൻഡ് RNA ടു ഫോം ക്രോമോസോംസ്. സെൽ വാൾ, ഇറ്റ് ഈസ് റിജിഡ് ആൻഡ് കണ്ടെയ്ൻ polysaccharides with no amino acids. Murein is the main strengthening compound. ഇതിൽ cell walls of green plants and fungi rigid and contain polysaccharides. Cellulose is the main strengthening compound of plant walls and chitin, that is a polymer of N-acetyl glucosamine residues in fungal walls, none in animals. മെയിൻലി ഇപ്പോൾ പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് നോക്കുന്ന സമയത്ത് പ്രോകാരിയോട്സിൽ എല്ലാത്തിലും ആബ്സെൻസ് ആയിരിക്കും. ഇപ്പോൾ നോ സ്പിൻഡിൽ, DNA ഈസ് നേക്കഡ്, യൂണിസെല്ലുലർ ആയിരിക്കും, ആൻഡ് അതുപോലെ അങ്ങനെ മാക്സിമം എല്ലാം ചെറുത് അല്ലെങ്കിൽ ആവറേജ് ഡയമീറ്റർ ആണ്. അങ്ങനെ എല്ലാം ഒരു നെഗറ്റീവ് ഇതിലായിരിക്കും പ്രോകാരിയോട്സിൽ ഉണ്ടാവുക. ഈസി ടു റിമെമ്പറിന് വേണ്ടി ഞാൻ പറഞ്ഞാണ്. റെസ്പിറേഷൻ, മീസോസോംസ് ഇൻ ബാക്ടീരിയ എക്സെപ്റ്റ് cytoplasmic membrane in blue green. ഇനി യൂകാരിയോട്സിലെ മൈറ്റോകോൺട്രിയ ഫോർ എയറോബിക് റെസ്പിറേഷൻ. Photosynthesis, no chloroplast, takes place on membranes that show no stacking. Eukaryotes chloroplast containing membranes which are usually stacked into lamellae or grana. Nitrogen fixation, some have the ability, eukaryotes none have the ability. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, നൈട്രജൻ ഫിക്സേഷനിൽ മാത്രമേ ആ ഡിഫറൻസ് വരുന്നുള്ളൂ. എവല്യൂഷണറി ഒറിജിൻ 3.5 thousand million years ago, 1.2 thousand million years ago and evolved from prokaryotes. ഇനി ഓർഗാനിസം, ബാക്ടീരിയ സെയിം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ്, lately DNA and RNA sequence analysis demonstrated that there actually are two major groups of prokaryotes ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. DNA RNA sequence analysis നടത്തിയതിനു ശേഷം രണ്ട് മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രോകാരിയോട്സ് ഉണ്ട്, ബാക്ടീരിയ ആൻഡ് ആർക്കെ. ബിഫോർ ദാറ്റ് പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് ഒരു സിംഗിൾ വീഡിയോയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ബാക്ടീരിയ ഒരു ന്യൂ വീഡിയോയിൽ എടുക്കാം, so that it makes easier for you to understand, right? Until then, I am signing off. Thank you.